വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പങ്കാളിയെ പൂർണ്ണമായി ഒഴിവാക്കലാണോ അതോ താൽക്കാലികമായി മാറ്റി നിർത്തി പിന്നീട് തീരുമാനമെടുക്കലാണോ എന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഭാര്യാഭർതൃ ബന്ധം നിലനിർത്തിക്കൊണ്ട് നിയമപരമായി വേർപിരിഞ്ഞ് താമസിക്കുന്നതിനുള്ള ജുഡീഷ്യൽ സെപ്പറേഷൻ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. പങ്കാളിയുമായി ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനമാണെങ്കിൽ വിവാഹം റദ്ദ് ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാവുന്നതാണ്. റദ്ദ് ചെയ്താൽ അഥവാ അസാധുവാക്കിയാൽ നടന്ന വിവാഹം വിവാഹമായി പരിഗണിക്കുന്നതല്ല. റദ്ദ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഡിവോഴ്സാണ് പിന്നീടുള്ള ഓപ്ഷൻ. ഡിവോഴ്സ് രണ്ട് രീതിയിൽ നടത്താവുന്നതാണ്, മ്യൂച്വലായും കണ്ടസ്റ്റഡായും. മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് നിങ്ങൾക്ക് നേരിട്ടും വക്കീൽ മുഖാന്തരവും എതിർകക്ഷിയോട് ചോദിക്കാവുന്നതാണ്. എന്നാൽ എതിർകക്ഷി മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാകുന്നില്ലെങ്കിൽ സ്വന്തം നിലയിൽ വിവാഹമോചനത്തിന് കോടതിയെ സമീപിക്കാൻ കഴിയും. കണ്ടസ്റ്റഡായി വിവാഹമോചനത്തിന് കോടതിയെ സമീപിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. ശരിയായ കാരണമില്ലാതെ ബന്ധം വേർപെടുത്തുന്നതിന് കോടതി അനുവദിക്കുന്നതല്ല. വ്യക്തമായ കാരണം കോടതിയെ ബോധിപ്പിക്കാൻ കഴിയണം. നിങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാരണങ്ങൾക്ക് തെളിവും ഹാജരാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിവാഹമോചനത്തിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഏത് കോടതിയിലാണ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് എന്ന ധാരണയുണ്ടായിരിക്കണം. ശരിയായ കോടതിയിൽ തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ശ്രദ്ധാപൂർവമായിരിക്കണം അഭിഭാഷകനെ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുത്ത വക്കീലുമായി ചേർന്ന് സ്ട്രാറ്റജി തയ്യാറാക്കുക, തുടർന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക. ഒരു പക്ഷേ എതിർകക്ഷി ഹാജരാകാതെ എസ് പാർട്ടി ആയേക്കാം. എതിർകക്ഷി ഹാജരായാൽ കൗൺസിലിങ്ങും തുടർന്ന് ആവശ്യമെങ്കിൽ മീഡിയേഷനും ഉണ്ടായിരിക്കുന്നതാണ്. കൗൺസിലിങ്ങിലോ മീഡിയേഷനിലോ മാറ്റർ സെറ്റിലായാൽ ഒരു മ്യൂച്വൽ പെറ്റീഷനിലൂടെ ബന്ധം വേർപെടുത്താൻ കഴിയുന്നതാണ്. എന്നാൽ എതിർകക്ഷി ബന്ധം വേർപെടുത്തുന്നതിനെ എതിർത്താൽ കോടതി മറ്റ് നടപടികളിലേക്ക് കടക്കും. കോടതി നടപടികൾക്ക് ശേഷം വിധി പ്രസ്താവിക്കുന്നു. വിധിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കകം മേൽക്കോടതിയെ സമീപിക്കാവുന്നതാണ്.